ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി പഴവും മില്ലറ്റ്സ് ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ഇതിനകത്ത് ഈനോ സോൾട്ടോ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതൊന്നുമില്ലാതെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇതിൻ്റെ മുകളിലെല്ലാം നല്ലപോലെ ഹോൾസ് വന്നിട്ടുണ്ട്. ഇതേപോലെ വരാനായിട്ട് നല്ലപോലെ പഴുത്ത പഴം മാത്രം നമ്മൾ എടുത്താൽ മതി. തൊലി കറുത്ത പഴമാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോഴായിരിക്കും നല്ല സോഫ്റ്റായിട്ട് നമ്മൾക്ക് കിട്ടുക. ശരിക്കും കറുത്തുപോയ പഴത്തിലാണ് കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പോലെ പഴുപ്പ് കൂടിയ പഴമാണ് എടുത്തിരിക്കുന്നത്. 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏതുതരം പഴം വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ചെറിയ ടൈപ്പ് പഴമാണ് എടുത്തിട്ടുള്ളത്. വലിയ പഴമാണെങ്കിൽ 4 5 എണ്ണം മാത്രം എടുത്താൽ മതി. ഇനി ഇത് മിക്സിയുടെ വലിയ ജാറിനകത്തേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലപോലെ പഴുത്ത പഴം എടുത്താലാണ് നല്ല സോഫ്റ്റായിട്ട് നമ്മൾക്ക് കിട്ടുക. അത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾക്ക് 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാനുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ പഞ്ചസാരയോ പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചേർത്ത് കൊടുത്ത പഴത്തിന് തന്നെ നല്ലപോലെ മധുരം ഉണ്ടായിരിക്കും. ഇനി ഇത് തീരെ തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ അരച്ചെടുക്കാം. എന്നിട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് വലിയൊരു പാത്രം എടുത്ത് അതിനകത്തേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് മില്ലറ്റ്സിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏത് തരം മില്ലറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലിറ്റിൽ മില്ലറ്റ് എന്ന് പറയുന്നതാണ്. മലയാളത്തിൽ ചാമ എന്ന് പറയും. ഇത് 1/2 കപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കറുവാപ്പട്ടയുടെ പൊടിയും 1/2 ടീസ്പൂൺ ഏലക്കയുടെ സീഡ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. നമ്മൾ ഇതിൻ്റെ കൂടെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊന്നും ഇല്ലാതെ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഇതെല്ലാം കൂടെ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച പഴവും മുട്ടയും കൂടിയിട്ടുള്ള മിക്സാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇതിനകത്തേക്ക് വെള്ളമോ പാലോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ പഴുത്ത പഴവും മുട്ടയും കൂടെ അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ലിക്വിഡായിട്ടായിരിക്കും നമ്മൾക്ക് കിട്ടുക. ഇനി ഇത് എല്ലാം കൂടെ നല്ല പോലെ മിക്സാക്കി എടുക്കാം. തീരെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പോലെ മിക്സാക്കി എടുക്കണം. ഇനി ഇത് ഭയങ്കര കട്ടയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളെടുത്ത പഴം അത്രയും പഴുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം പഴം കയ്യിലുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഴം അടിച്ചെടുത്തതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഇവിടെ കറക്റ്റ് പാകമായിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ലിക്വിഡ് അല്ല, അതേസമയം ഒരുപാട് കട്ടിയും ആയിട്ടില്ല. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പം ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവെല്ലാം നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ മാറ്റി വയ്ക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ അപ്പം തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇനി ഞാനിവിടെ 2 തരത്തിലും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അതായത് ഇരുമ്പിൻ്റെ തവയിലും ഉണ്ടാക്കുന്നുണ്ട്, നോൺ സ്റ്റിക്കിലും ഉണ്ടാക്കുന്നുണ്ട്. ആദ്യമേ ഉണ്ടാക്കുന്നത് ഇരുമ്പിൻ്റെ തവയിലാണ്. അതിനകത്തേക്ക് കുറച്ച് വെണ്ണയൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിന് 1 തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ചെറിയ തീയിൽ വേണം ഉണ്ടാക്കാനായിട്ട്. കാരണം ഇരുമ്പിൻ്റെ തവയാണ്. അതുകൊണ്ട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. തീ ഭയങ്കരമായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്. 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉൾഭാഗം കുറച്ചൊന്ന് വെന്ത് കാണും. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം വീണ്ടും അടച്ചു വെക്കണമെന്നില്ല. ഇനി അതെല്ലാം അടച്ചു വെക്കണം എന്നുള്ളവരാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വെക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇതിൻ്റെ മറ്റേ ഭാഗത്തും കൂടെ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. മറിച്ചിട്ടതിന് ശേഷം വീണ്ടും 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി ഇത് നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നത് കൂടെ കാണിക്കുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ ചെറിയ തീയിൽ വെക്കുക. എന്നിട്ട് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ തീയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ബാറ്ററിന് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ഇനി നേരത്തെ ചെയ്ത അതേപോലെ തന്നെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അതിനുശേഷം മറിച്ചിട്ട് കൊടുക്കുക. വീണ്ടും ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾക്കിത് അടുപ്പത്ത് നിന്ന് എടുത്ത് മാറ്റാം. ഇരുമ്പിൻ്റെ തവയിൽ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടെ നന്നായിട്ട് ഹോൾസ് വരിക. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അതിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇരുമ്പായതുകൊണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇത്രയും മെഷർമെൻറ്റ് വെച്ചിട്ട് ഏകദേശം 6 7 എണ്ണമായിരിക്കും നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എല്ലാം കൂട്ടിയെടുക്കാം. പിന്നെ ഇത് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് തിക്കായിട്ട് വരികയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പഴം അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി പഴം ഇല്ല എങ്കിൽ മാത്രം കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഏത് തരം ഫ്രൂട്ട്സ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബ്ലൂബെറിയും പഴവും കുറച്ച് സ്ട്രോബെറിയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ചെറിയൊരു കഷ്ണം ബട്ടറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചൂടോടെ ആകുമ്പോൾ ആ ബട്ടർ ചെറുതായിട്ടൊന്ന് ഉരുകി വരും. അപ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് കുറച്ചും കൂടെ ഹണിയും കൂടെ ഒഴിച്ചു കൊടുക്കാം.
അപ്പം ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഹണി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത പഴത്തിൻ്റെ മധുരം തന്നെ ഉണ്ടായിരിക്കും. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്യുന്നത് കാണുമ്പോഴേ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളിതിനകത്ത് സോഡാപ്പൊടിയോ ഈനോ സോൾട്ടോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പഴം വാങ്ങിച്ചതിന് ശേഷം അത് ഒരുപാട് പഴുത്തു കൂടി കറുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയാണിത്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്